ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. SSC CGL 2026 എക്സാം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ SSC ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 25 ജൂൺ, അതായത് നാളെ രാത്രി 11 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. ബിക്കോസ് ഈ വരാൻ പോകുന്ന CGL എക്സാമിന് വളരെ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. SSC ഫോർ ദ ഫസ്റ്റ് ടൈം സെക്ഷണൽ ടൈമർ എന്ത് ചെയ്തിട്ടുണ്ട്, CGL എക്സാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്ഷണൽ ടൈമർ വന്നതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന CGL എക്സാമിനകത്ത് GK ആയിരിക്കും നിങ്ങളുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. GK ആയിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ മാർക്സും ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് GK ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മുടെ പഴയ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ പാറ്റേൺ എന്തായിരുന്നു? നമുക്ക് 60 മിനിറ്റ്സ് ആണ് എക്സാമിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 60 മിനിറ്റ്സിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. 4 സെക്ഷൻസിലായിട്ടാണ് ഈ 100 ക്വസ്റ്റ്യൻസ് ഉള്ളത്. 25 ക്വസ്റ്റ്യൻസ് ഈച്ച് വീതം 4 സെക്ഷൻസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള സെക്ഷൻ എന്ത് ചെയ്യാം, ആദ്യം അറ്റൻഡ് ചെയ്യാം. ഇന്ന സെക്ഷൻ ആദ്യം ചെയ്യണമെന്നുള്ളൊരു എന്തില്ല, മാൻഡേറ്ററിനെസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഏത് സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, തിരികെ വരാം. ഇങ്ങനെയുള്ള ഫ്രീഡം എല്ലാം തന്നെ ഉണ്ടായിരുന്നു, നമുക്കിവിടെ ഉണ്ടായിരുന്നു. ആൻഡ് പഴയ എക്സാം പാറ്റേണിൽ മിക്ക സ്റ്റുഡൻസും ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഒരു GK സെക്ഷൻ്റെ 25 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഒരു 5 മുതൽ 7 മിനിറ്റ്സിൽ വരെ അവർ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ആ ടൈമും കൂടി മാത്സിന് ഇൻവെസ്റ്റ് ചെയ്യും. ഇതായിരുന്നു പഴയ എക്സാം പാറ്റേണിൽ സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ പുതിയ പാറ്റേണിലേക്ക് 2026 പാറ്റേണിലേക്ക് വരുമ്പോൾ ഇവിടെ സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നു. അതായത് ഓരോ സെക്ഷനും എന്ത് ചെയ്യുന്നു, ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈമർ ഉണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 15 മിനിറ്റ്സ്, റീസണിങ്ങിന് 15 മിനിറ്റ്സ്, GKക്ക് 15 മിനിറ്റ്സ്, ഇംഗ്ലീഷിന് 15 മിനിറ്റ്സ്. ഈ 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ആ സെക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. ആൻഡ് വൺസ് ആ ടൈമർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെക്ഷൻ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. നമുക്കത് ആ സെക്ഷനിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് ഇനി വരാൻ പോകുന്ന പുതിയ പാറ്റേൺ, സെക്ഷണൽ ടൈമർ വെച്ചിട്ടുള്ള പുതിയ പാറ്റേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് GK പെട്ടെന്ന് ചെയ്തിട്ട് അടുത്ത ആ ബാക്കി വരുന്ന ടൈം മറ്റൊരു സെക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് എന്തില്ല, നമുക്ക് ഒരു ഓപ്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആൻഡ് ഈ ഒരു സെക്ഷണൽ ടൈമർ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ GKയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് എന്ത് ചെയ്യും, വളരെ വലിയ ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു നമ്മുടെ GKയുടെ ആ ഒരു എക്സാമിന്റെ എക്സാം സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ടയർ 1ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടയർ 1 ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അപ്പോൾ ടയർ 1ൽ GKക്ക് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് ആണ്. സോ ടോട്ടൽ 50 മാർക്സ് ആയിരിക്കും നമുക്ക് GKക്ക് കിട്ടുന്നത്. ആൻഡ് ഈ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് 15 മിനിറ്റ്സ് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഒരു റോങ് ആൻസറിന് 0.5 മാർക്സ് എന്ത് ചെയ്യും, നമ്മുടെ മാർക്സിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ആൻഡ് ഇവിടെ ടയർ 1ൽ നമ്മുടെ GKക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 20+ കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കണം. അതെങ്ങനെ വേണം എന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ടയർ 2ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടയർ 2ലും GKക്ക് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വീതം 50 മാർക്സ് ആണ്. ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് 20 മിനിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ടയർ 2ൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ ടൈം ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ ടയർ 1നെ അപേക്ഷിച്ച് ടയർ 2ന്റെ GKയുടെ ഡിഫിക്കൽട്ടി ലെവൽ എന്തായിരിക്കും, കുറച്ചും കൂടെ കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആണ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടയർ 1ലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ 1ൽ നമുക്ക് 15 മിനിറ്റ്സിൽ എന്ത് ചെയ്യണം, GKയുടെ 25 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 36 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. 36 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഇനി ഇവിടെ സെക്ഷണൽ ടൈമർ വന്നതോടുകൂടി നമുക്ക് ഈ 25 ക്വസ്റ്റ്യൻസ് GKയുടെ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് 15 മിനിറ്റ്സ് തന്നെ തന്നിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ അതുകൊണ്ട് തന്നെ പഴയ എക്സാം പാറ്റേണിൽ GKയുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പഴയ പാറ്റേണിൽ ഡയറക്റ്റ് 1 ലൈനേഴ്സ് ആയിരുന്നു GKക്കകത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 5 മുതൽ 7 മിനിറ്റിൽ GK കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷെ ഇവിടെ എന്താ, നമുക്ക് 15 മിനിറ്റ്സിൽ 25 GK മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 to 7 മിനിറ്റ്സിൽ ഇനി GK തീർക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് SSC GKയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യും. അതായത് നിങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് GK തീർത്തിട്ട് വെറുതെ ഇരിക്കണം എന്നെന്ത് ചെയ്യില്ല, ഒരിക്കലും SSC ആഗ്രഹിക്കില്ല. നിങ്ങൾക്ക് 15 മിനിറ്റ്സ് GKക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 15 മിനിറ്റ്സും നിങ്ങൾ പണിയെടുത്തിരിക്കണം എന്ന് SSC എന്ത് ചെയ്യും, അവിടെ ഉറപ്പ് വരുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ജി കെ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ഇനി മുതൽ എസ് ചോദിക്കും. നേരത്തെ തന്നെ പ്രീവിയസ് എക്സാമിൽ തന്നെ SSC അത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചായിരുന്നു. അതായത് നമുക്ക് 1 or 2 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇനി അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ഇനി മുതൽ നമുക്കൊരു 6 or 7 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി മുതൽ ഡയറക്റ്റ് വൺ ലൈനേഴ്സ് അല്ലാതെ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ചോദിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് ചോദിക്കാനായിട്ട് പോകുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇനി നമുക്ക് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ, അതായത് എക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നോമിനൽ GDP, റിയൽ GDP ഈ രണ്ട് കോൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ GDP increases if either prices or quantities of good increases. Statement 2, real GDP increases only when actual production increases. First option, both statements are correct and statement 2 explains statement 1. Option B, both statements are correct but statement 1 does not explain statement 2 does not explain statement 1. Option C, statement 1 is correct but statement 2 is incorrect. And option D, statement 2 is incorrect but statement 1 is incorrect but statement 2 is correct. അതായത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു തീരാൻ തന്നെ നിങ്ങൾക്കൊരു 10 to 12 സെക്കൻഡ്സ് എടുക്കേണ്ടി വരും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് GDP എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് നോമിനൽ GDP എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് റിയൽ GDP എന്നുള്ളതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. അതായത് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ. GDP എന്താണ്, നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണ്, ഈ കോൺസെപ്റ്റ് വ്യക്തമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നോമിനൽ GDP increases if either prices or quantities of good increases. ഇനി ബേസിക്കലി GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ GDPക്ക് ഒരു സിമ്പിൾ ഇക്വേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ GDPയുടെ ഇക്വേഷൻ ഇതാണ്: ക്വാണ്ടിറ്റി ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. സോ ക്വാണ്ടിറ്റി ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ് GDPയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ GDP എന്താണെന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത എന്തായിരുന്നു? നോമിനൽ GDP അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോമിനൽ GDP ബേസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നോമിനൽ GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ GDP കമ്പ്യൂട്ട് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ വർഷത്തെ GDP കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വർഷത്തെ ക്വാണ്ടിറ്റിയും ഈ വർഷത്തെ മാർക്കറ്റ് പ്രൈസും ആണ്. ഈ വർഷത്തെ ക്വാണ്ടിറ്റിയും ഈ വർഷത്തെ മാർക്കറ്റ് പ്രൈസും ആണ്. ഈ വർഷം നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ക്വാണ്ടിറ്റിയും ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഈ വർഷത്തെ മാർക്കറ്റ് പ്രൈസസും ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഇൻറ്റു കറണ്ട് ഇയർ മാർക്കറ്റ് പ്രൈസ്. സോ ക്വാണ്ടിറ്റി ഇൻറ്റു കറണ്ട് ഇയർ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഈ വർഷം നമ്മൾ GDP കമ്പ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഈ വർഷം GDP കമ്പ്യൂട്ട് ചെയ്യാൻ ഈ വർഷത്തെ ക്വാണ്ടിറ്റിയും ഈ വർഷത്തെ മാർക്കറ്റ് പ്രൈസസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോമിനൽ GDP. ഇനി റിയൽ GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം GDP കമ്പ്യൂട്ട് ചെയ്യുന്നു. ബട്ട് ഈ വർഷം GDP കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വർഷത്തെ ക്വാണ്ടിറ്റിയും അതേസമയം നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് കോൺസ്റ്റന്റ് പ്രൈസും ആണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിയൽ GDP. അപ്പോൾ റിയൽ GDP എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഷം GDP കമ്പ്യൂട്ട് ചെയ്യുന്നു. ഈ വർഷം GDP കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വർഷത്തെ ക്വാണ്ടിറ്റിയും നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പഴയ ഇയറിലെ ഒരു കോൺസ്റ്റന്റ് പ്രൈസും ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയൽ GDP. ഇനി നമ്മൾ ഈ വർഷത്തെ നോമിനൽ GDP എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? ഈ വർഷത്തെ ക്വാണ്ടിറ്റി ഈ വർഷത്തെ മാർക്കറ്റ് പ്രൈസ്. അടുത്ത വർഷത്തെ നോമിനൽ GDP എങ്ങനെയായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആ വർഷത്തെ ക്വാണ്ടിറ്റി ആ വർഷത്തെ മാർക്കറ്റ് പ്രൈസ്. വിച്ച് മീൻസ് നോമിനൽ GDPയിൽ ക്വാണ്ടിറ്റി മൂലവും ചേഞ്ച് വരാം, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസസ് മൂലവും എന്ത് ചെയ്യാം ചേഞ്ച് വരാം. കാരണം ഈ വർഷത്തെ ക്വാണ്ടിറ്റിയും ഈ വർഷത്തെ മാർക്കറ്റ് പ്രൈസും ആണ് യൂസ് ചെയ്യുന്നത് ഈ വർഷം നോമിനൽ GDP കമ്പ്യൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താലും നോമിനൽ GDP ചേഞ്ച് ആവും, അതുപോലെ തന്നെ പ്രൈസ് ചേഞ്ച് ആയാലും നോമിനൽ GDP ചേഞ്ച് ആവും. ഇനി റിയൽ GDPയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വർഷത്തെ ക്വാണ്ടിറ്റി ആൻഡ് നമ്മുടെ ബേസ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് അതായത് കോൺസ്റ്റന്റ് പ്രൈസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വിച്ച് മീൻസ് റിയൽ GDP ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ചേഞ്ച് ചെയ്യുള്ളൂ.
അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നോമിനൽ GDP ഇൻക്രീസസ് ഇഫ് എയ്തർ പ്രൈസസ് ഓർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് ഇൻക്രീസസ്. കറക്റ്റ് ആണ്. കാരണം ക്വാണ്ടിറ്റി മൂലവും ചേഞ്ച് വരും, മാർക്കറ്റ് പ്രൈസ് മൂലവും അല്ലെങ്കിൽ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് മൂലവും എന്ത് ചെയ്യും? ചേഞ്ച് വരും. ഇനി റിയൽ GDP എന്ന് പറയുമ്പോഴോ ക്വാണ്ടിറ്റി ചേഞ്ച് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിയൽ GDP ചേഞ്ച് ആവും. അതായത് പ്രൊഡക്ഷൻ കൂടിയാലേ ക്വാണ്ടിറ്റി കൂടുള്ളൂ, ക്വാണ്ടിറ്റി കൂടിയാലേ എന്ത് ചെയ്യുള്ളൂ? റിയൽ GDP ചേഞ്ച് ആവുള്ളൂ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻസിലേക്ക് പോവാ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ്. സോ കറക്റ്റ് ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 എന്ത് ചെയ്യുന്നില്ല? സ്റ്റേറ്റ്മെന്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നോമിനൽ GDP ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസസ് ചേഞ്ച് ചെയ്താലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താലും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിയൽ GDP ഇൻക്രീസ് ചെയ്യുന്നു when actual production increases. So first statement nominal GDP കുറിച്ച് പറയുന്നു, second statement റിയൽ GDP കുറിച്ച് പറയുന്നു. തമ്മിൽ എന്തില്ല? പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. So both statements are correct, but statement 2 does not explain statement 1. അപ്പോൾ ഈ രീതിയിൽ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഇനി കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 1 ലൈനേഴ്സ് പ്രതീക്ഷിക്കേണ്ട കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇവന്റ്, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെ ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ കുറിച്ച് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിനെ കുറിച്ച് തന്നിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഏതാണ് കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കാരണം ആ ഒരു 15 മിനിറ്റ്സും നിങ്ങളെ കൊണ്ട് SSC വർക്ക് ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ലെങ്ത് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ക്വസ്റ്റ്യന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ടൈം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ചോദിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് ഈ SSC CGL എക്സാം 2026 ക്രാക്ക് ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് കോഴ്സ് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് SSC CGL 2026 കോഴ്സ്. ആൻഡ് ഇതെന്ന് പറയുന്നത് വരാൻ പോകുന്ന CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് കോഴ്സാണ്. ഇനി ഇപ്പോൾ നമ്മുടെ സെക്ഷണൽ ടൈമർ വന്നിട്ടുള്ള ചേഞ്ചസ്, അതായത് സെക്ഷണൽ ടൈമറിന്റെ ചേഞ്ചസ്, ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ചേഞ്ചസ്, ഈ രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് SSCക്കകത്ത് എന്താണോ ചേഞ്ചസ് വന്നിട്ടുള്ളത് ആ ചേഞ്ചസ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകളും എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ കോഴ്സാണ്. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസിനകത്ത് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അത് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകളുടെ ഓപ്ഷൻ ഉണ്ട് ആൻഡ് 24/7 ഡൗട്ട് ക്ലിയറിംഗ്, അത് വാട്സപ്പ് ത്രൂ ഡൗട്ട് ക്ലിയറിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ കോഴ്സസ് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4,999 rupees, അതായത് അണ്ടർ 5,000 rupees മാത്രമേ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് ഡെമോ ക്ലാസ്സസ് കിടപ്പുണ്ട്. ആ ഡെമോ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് CGLന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ CGL 2026 കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. സോ 8075753676 ഈ ഒരു നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ കിട്ടും. ഇനി ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പുതിയ പാറ്റേണിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം.
ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ ഒരു ഷോർട്ട് ടൈമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ, അതായത് ഈ മാസവും അതുപോലെ തന്നെ അടുത്ത മാസം ജൂൺ ജൂലൈ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ GK അതായത് GK എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ജൂൺ ജൂലൈ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ GK സ്റ്റാറ്റിക് സബ്ജക്ട്സ് എല്ലാം തന്നെ, അതായത് പൊളിറ്റി, എക്കോണമി, ജോഗ്രഫി, ഹിസ്റ്ററി, സ്റ്റാറ്റിക് GK ഇതുപോലെയുള്ള സ്റ്റാറ്റിക് സബ്ജക്ട്സുകൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഇൻ ദ മീൻ ടൈം കറണ്ട് അഫയേഴ്സും കൂടി എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്ട്സ്, മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പൊളിറ്റി, ഹിസ്റ്ററി, എക്കോണമി, ജോഗ്രഫി, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്. ഇതാണെന്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് എല്ലാ സബ്ജക്ട്സും കൂടെ പഠിച്ചു തീർക്കാനായിട്ടുള്ള ടൈം ഇല്ല. അപ്പോൾ ഏത് സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റിക്കാണ്. സോ GK സബ്ജക്ട്സിൽ നിങ്ങൾ ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സബ്ജക്ട് ഇന്ത്യൻ പൊളിറ്റിയാണ്. ബിക്കോസ് നമുക്ക് വളരെ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ പൊളിറ്റിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററിക്കും ഏൻഷ്യന്റെയും മെഡീവലിനെയും കമ്പയർ ചെയ്യുമ്പോൾ മോഡേൺ ഹിസ്റ്ററിക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കറണ്ട് അഫയേഴ്സിനാണ്. അപ്പോൾ ഈ വരുന്ന ലിമിറ്റഡ് ടൈമിനുള്ളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്ക് എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റി കൊടുക്കുക. മോഡേൺ ഹിസ്റ്ററിക്ക് ഹൈ പ്രയോറിറ്റി കൊടുക്കുക. കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റി കൊടുക്കുക. ഇനി മീഡിയം പ്രയോറിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ എക്കോണമി ആൻഡ് ജോഗ്രഫി, ഇതിന് നിങ്ങൾ മീഡിയം പ്രയോറിറ്റി കൊടുക്കണം. സോ എക്കോണമിക്ക് നിങ്ങളൊരു മീഡിയം പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ജോഗ്രഫിക്ക് എന്ത് ചെയ്യണം, മീഡിയം പ്രയോറിറ്റി കൊടുക്കണം. ഇനി ജനറൽ സയൻസ് പഠിക്കണ്ട എന്നല്ല, പഠിക്കണം. ബട്ട് പ്രയോറിറ്റിയിൽ നമുക്ക് എന്താണ് കുറച്ച് താഴെയായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ പ്ലേസ് ചെയ്യാം. ബിക്കോസ് ഇതിനകത്തുനിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഹൈ പ്രയോറിറ്റി സബ്ജക്ട്സിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ ലോ അല്ല, ഇത് ജനറൽ സയൻസിനെ നിങ്ങൾ മീഡിയത്തിനകത്ത് തന്നെ വെച്ചോ. സോ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പൊളിറ്റി, ഹിസ്റ്ററി, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എക്കോണമി, ജോഗ്രഫി ആൻഡ് ജനറൽ സയൻസ്. ഇതിനാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സ്റ്റാറ്റിക് GK ഉണ്ട്, സ്റ്റാറ്റിക് GK ഇതിനകത്ത് ഇല്ലെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റാറ്റിക് GK എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ബിക്കോസ് വൺ ലൈനേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയില്ല, വൺ ലൈനേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് അതിന്റെ എണ്ണം കമ്പാരേറ്റീവ്ലി ഇനി അങ്ങോട്ട് കുറയത്തേ ഉള്ളൂ. ദെൻ എങ്ങനെയാണ് ഈ കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലെങ്തി ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് എന്ത് ചെയ്യണം, റിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിസ്റ്ററി സബ്ജക്ട്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു മുഗൾ എംപറിനെ കുറിച്ച് പഠിക്കുന്നു. ആ മുഗൾ എംപറിന് ഏതൊക്കെ ബാറ്റിൽസുമായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും റിഫോംസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കോസ് ഇഫക്റ്റ് ലേണിംഗ്, അതായത് നിങ്ങൾ റിവോൾട്ട് ഓഫ് 1857 കുറിച്ച് പഠിക്കുമ്പോൾ അത് എന്ന് നടന്നു, എവിടെ വെച്ച് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ എന്തുകൊണ്ട് റിവോൾട്ട് സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു കോസസ്, പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് എന്തൊക്കെയാണ്, എക്കണോമിക് കോസസ് എന്തൊക്കെയാണ്, ആ കോസസും കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ റിവോൾട്ട് ഏതൊക്കെ സ്ഥലത്ത് നടന്നു, അവിടെ ആരൊക്കെയാണ് ഈ റിവോൾട്ട് ലീഡ് ചെയ്തത്, ഈ റിവോൾട്ട് അവിടെ സപ്രസ് ചെയ്ത ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാനായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് പ്രാക്ടീസ് ടെക്സ്റ്റ് ഡെയിലി നിങ്ങൾ എടുക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി വരാൻ പോകുന്നത് കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിംഗ് സ്പീഡ് എന്ത് ചെയ്യണം, കൂടണം. അപ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണം. അതായത് എസ്പെഷ്യലി നിങ്ങൾ ഒരു ദിവസം ഒരു 10-15 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് തോന്നുമെങ്കിലും എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നോർമൽ സ്പീഡ് കിട്ടണമെന്നില്ല. അങ്ങനെ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോഴും വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. സോ ഡെയിലി അതിപ്പോൾ ഏത് സബ്ജക്ട്സും ആയിക്കോട്ടെ, എല്ലാ സബ്ജക്ട്സും വേണമെങ്കിൽ മിക്സ് ചെയ്തോ. അപ്പോൾ ഡെയിലി മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഒരു 10-15 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഏതാണ് കറക്റ്റ്, ഏതാണ് ഇൻകറക്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക, എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. ആൻഡ് ഈ റിവിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്പേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു. ഇന്ന് ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യുക.
അതിനുശേഷം ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു സബ്ജക്റ്റ് ഒന്നും കൂടെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. അതിനുശേഷം പിന്നെ ഒരു 7 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ഇപ്പൊ ഏതാണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾ സെറ്റ് ആവും. പിന്നെ ഒരു 21 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്താൽ മതി, റിവൈസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ഇന്ന് കിടക്കുന്നതിന് മുന്നേ അതൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ആൻഡ് അപ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് ആ ടോപ്പിക്കിനകത്ത് ഫെമിലിയർ ആയിരിക്കും, തറവായിരിക്കും. പിന്നെ ഒരു 21 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് നിങ്ങൾ സെറ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം, കറണ്ട് അഫയേഴ്സിനെ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റാറ്റിക് കോൺസെപ്റ്റുമായിട്ട് എപ്പോഴും ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുറച്ച് നാൾ മുന്നേ ന്യൂസിനകത്ത് വന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്പേസിൽ വളരെ കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ആം ആദ്മി പാർട്ടിയുടെ 7 എംപിമാർ, ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാർ എന്ത് ചെയ്തു, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാറി BJPയിൽ പോയി ജോയിൻ ചെയ്തു. അപ്പൊ ഇതായിരുന്നു കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിൽ ടോട്ടൽ 10 എംപിമാരാണുള്ളത്. ഈ 10 എംപിമാരിൽ 7 പേരും എന്ത് ചെയ്തു, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിട്ട് BJPയിൽ എന്ത് ചെയ്തു, പോയി ജോയിൻ ചെയ്തു. അപ്പൊ ഇതായിരുന്നു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റിക് പോർഷനിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അതായത് ഡിഫെക്ഷൻ മീൻസ് കൂറുമാറ്റം. കൂറുമാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ച് പോയ ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ ജയിച്ച് MP അല്ലെങ്കിൽ MLA ആയി. അതിനുശേഷം ജയിച്ചതിന് ശേഷം ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂറുമാറ്റമാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ജയിച്ച ഒരാൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പോയി പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ കൂറുമാറ്റമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൂറുമാറ്റങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് എന്ത് ചെയ്തായിരുന്നു, ഒരു ലോ കൊണ്ടുവന്നായിരുന്നു. അതാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അപ്പൊ കൂറുമാറ്റം പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് കൊണ്ടുവന്ന ലോ ആണെന്ത്, ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റി ഡിഫെക്ഷൻ ലോ ഏത് അമെന്റ്മെന്റ് വഴിയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1985. ഇപ്പൊ 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1985 വഴിയാണ് ചെയ്യുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരുന്നത്. ആൻഡ് ഈ ആന്റി ഡിഫെക്ഷൻ ലോയുടെ പ്രൊവിഷൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈസ് ഷെഡ്യൂൾ 10. സോ ഷെഡ്യൂൾ 10-നകത്താണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ആന്റി ഡിഫെക്ഷൻ ലോയുടെ പ്രൊവിഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1985 പ്രകാരം ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പാർട്ടിയുടെ 1/3 മെമ്പേഴ്സ്, ഒരു പാർട്ടിയിൽ എത്ര മെമ്പേഴ്സ് ആണോ, അതായത് പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഒരു പാർട്ടിയുടെ എത്ര മെമ്പേഴ്സ് ആണോ ഉള്ളത്, ആ മെമ്പേഴ്സിന്റെ 1/3, 3/1 പേര് ഒരുമിച്ച് പോയി വേറൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകില്ല, ഡിഫെക്ഷൻ ആകില്ല. അപ്പോൾ ഈ ആന്റി ഡിഫെക്ഷൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ 1/3 മെമ്പേഴ്സ്, അതായത് 3/1 മെമ്പേഴ്സ് ഒരുമിച്ച് പോയി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകില്ല, ഡിഫെക്ഷൻ ആകില്ല. എന്നാൽ ഈ ഒരു ആന്റി ഡിഫെക്ഷൻ ലോയ്ക്ക് പിന്നീട് വീണ്ടും ഒരു ചേഞ്ച് കൊണ്ടുവന്നായിരുന്നു. ചേഞ്ച് കൊണ്ടുവരുന്നത് 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2003 ആണ്. എന്താണ് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ആന്റി ഡിഫെക്ഷൻ ലോ അപ്ലൈ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ 1/3 മെമ്പേഴ്സ് പോരാ, ഇനി മുതൽ 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, വേറൊരു പാർട്ടിയിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യണം. അതായത് ആന്റി ഡിഫെക്ഷൻ ലോയുടെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു പാർട്ടിയിലെ 2/3 മെമ്പേഴ്സ്, 3/2 മെമ്പേഴ്സ് ഒരുമിച്ച് എന്ത് ചെയ്യണം, വേറെ പാർട്ടിയിൽ ജോയിൻ ചെയ്യണം. ഇത് കൊണ്ടുവന്നത് ഈ ഒരു 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2003 പ്രകാരമാണ്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ MPs ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ് ജയിച്ചത്. ബട്ട് അവരെന്ത് ചെയ്തു, BJPയിൽ പോയി ജോയിൻ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 2/3 മെമ്പേഴ്സ് വേറൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല, ഡിഫെക്ഷന്റെ കാറ്റഗറിയിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10 MPമാരിൽ 7 രാജ്യസഭാ MPസും, അതായത് 10-ൽ 7 പേരും 2/3 മെജോറിറ്റി ആയല്ലോ, ഒരുമിച്ചാണ് എന്ത് ചെയ്തത്, BJPയിൽ പോയി ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വരില്ല, ഡിഫെക്ഷൻ വരില്ല. ഇങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. സോ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് പോർഷനകത്ത് പഠിച്ചിട്ടുള്ളത്, ഇതെന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഇനി ഈ ഒരു സെക്ഷണൽ ടൈമറിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെക്ഷണൽ ടൈമറിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ആ ഒരു അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 4 മിനിറ്റിൽ, അതായത്
ആദ്യത്തെ ഒരു 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ 25 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. അതായത് വൺ ലൈനർ ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി പോകണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ലൈനർ ആണെങ്കിൽ ആൻസർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നോക്കാൻ നിൽക്കരുത്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അങ്ങനെ കവർ ചെയ്യുമ്പോൾ വൺ ലൈനേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഒറ്റ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പോവുക. അപ്പോൾ ആദ്യത്തെ 4 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ 25 ക്വസ്റ്റ്യൻസും കവർ ചെയ്തിരിക്കണം. അങ്ങനെ കവർ ചെയ്യുമ്പോൾ വൺ ലൈനേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് ആൻസർ ചെയ്തിരിക്കണം. അപ്പോൾ 4 മിനിറ്റ് കൊണ്ട് എന്തായി, ഈ 25 ക്വസ്റ്റ്യൻസിലെയും വൺ ലൈനേഴ്സ് എന്ത് ചെയ്തു, നിങ്ങൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത ഒരു 6 മിനിറ്റ്, അതായത് 4 മിനിറ്റ്സ് മുതൽ 10 മിനിറ്റ്സ് വരെയുള്ള ടൈം കൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചിട്ട് ആൻസർ ചെയ്യുക. അതായത് ഏറ്റവും ഉറപ്പുള്ള, നിങ്ങൾക്ക് ആൻസർ 100% ഷുവർ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വായിക്കുക, ആൻസർ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യനകത്തും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, 60 സെക്കൻഡിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അതിപ്പോൾ എത്ര നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ബേസ്ഡ് ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ സ്റ്റേജുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ 60 സെക്കൻഡിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ 4 to 10 മിനിറ്റ്സ്, അതായത് അടുത്തൊരു 6 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, അറിയാവുന്നതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി അടുത്തൊരു 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ആൻസർ അറിയാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് ഗസ്സിംഗ് നടത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്നറിയാം, പിന്നെ 2 സ്റ്റേറ്റ്മെന്റ്സിലെ ഡൗട്ട് ഉള്ളൂ. അതായത് ആ അടുത്ത ഇപ്പൊ 4 ഓപ്ഷൻസിൽ 2 എണ്ണം നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി 2 ഓപ്ഷനേ ഉള്ളൂ. അതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ കറക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. സോ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും ഗസ് എടുത്തിരിക്കണം. അതാണ് ഇന്റലിജന്റ് ഗസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ഉണ്ട്, ആ 4 ഓപ്ഷനകത്ത് 2 എണ്ണം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, ഇനി 2 എണ്ണത്തിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് ഗസ് എടുത്തിരിക്കണം. ഇനി നിങ്ങളുടെ ഗസ്സിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ ഗസ്സിംഗ് ഇംപ്രൂവ് ആവുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിരുന്ന് ഈ ഇന്റലിജന്റ് ഗസ്സിംഗ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, നെഗറ്റീവ് ഉറപ്പായിട്ടും വന്നിരിക്കും. ഇന്റലിജന്റ് ഗസ്സിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, അതിനകത്ത് നിങ്ങൾ മാസ്റ്റർ ചെയ്തിരിക്കണം. അതിനെന്ത് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളും എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ആൻഡ് അവസാനത്തെ 2 മിനിറ്റ് എന്ന് പറയുന്ന ഫൈനൽ റിവ്യൂ ആണ്. അതായത് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും സ്കിപ്പായി പോയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് 2 മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ വേ ഓഫ് അപ്രോച്ച് എങ്ങനെയായിരിക്കണം, ആദ്യത്തെ 4 മിനിറ്റ്സിൽ 25 ക്വസ്റ്റ്യൻസും കവർ ചെയ്തിരിക്കണം. അതിനകത്ത് വൺ ലൈനർ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പിന്നെ അടുത്തൊരു 6 മിനിറ്റ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനും കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസിനും അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനും മാറ്റി വെക്കുക. ആ ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്യുക, അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത ഒരു 3 മിനിറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇന്റലിജന്റ് ഗസ്സിങ്ങിനുള്ള ടൈമാണ്. അതായത് നിങ്ങൾക്ക് 50-50 ചാൻസ്, അല്ലെങ്കിൽ പകുതി അറിയാം പകുതി അറിയില്ല, 2 ഓപ്ഷൻ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. സോ അതായത് ആൻസർ 2 ഓപ്ഷൻ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം, ബാക്കിയുള്ള 2 ഓപ്ഷനകത്ത് ഡൗട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഗസ്സിങ് എടുത്തിരിക്കുക. ബിക്കോസ് ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താണ്, 20+ ക്വസ്റ്റ്യൻസ്, 25-ൽ 20-ലധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കണം, നമുക്ക് കറക്റ്റ് ആക്കിയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് 16 ക്വസ്റ്റ്യൻസ് ഷുവർ ഷോട്ട് ആയിട്ട് അറിയാം, അതായത് 16 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 50-50 മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അറിയുള്ളൂ. 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു, 2 ഓപ്ഷൻസ് ആണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 4 ക്വസ്റ്റ്യൻസിനകത്തും നിങ്ങൾ റിസ്ക് എടുത്തിരിക്കണം, മസ്റ്റ് ആയിട്ട് റിസ്ക് എടുത്തിരിക്കണം. കാരണം ഈ 16 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ആയിട്ട് അറിയാം. അതിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഈ 2 മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു എന്താണ് ഗ്യാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കാം. അതായത് ഈ 4 ക്വസ്റ്റ്യൻസും തെറ്റിക്കഴിഞ്ഞാലും, നിങ്ങൾ ഗസ് ചെയ്യാൻ പോകുന്ന ഈ 4 ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യന് 0.5 വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ 2 മാർക്ക് എന്ത് ചെയ്യുള്ളൂ, പോകുള്ളൂ. അതേസമയം നിങ്ങൾ ഈ ഗസ് ചെയ്യാൻ പോകുന്ന 4 ക്വസ്റ്റ്യൻസിൽ, അതായത് 2 മാർക്ക് നിങ്ങൾ ബാർഗെയിനിങ്ങിന് വെച്ച് അല്ലെങ്കിൽ ഗ്യാമ്പിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഈ 4 ക്വസ്റ്റ്യൻസിൽ 3 എണ്ണമെങ്കിലും ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഏതാണ്ട് 5.75 മാർക്സ് എക്സ്ട്രായും കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഗസ് ചെയ്തിരിക്കണം. Then
നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജസിൽ ഫുൾ മോക്ക് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ സെക്ഷണൽ മോക്ക് തന്നെ എടുക്കുക. അതായത് ജി കെക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 15 മിനിറ്റ്സ് ടൈമറുള്ള സെക്ഷണൽ മോക്ക് തന്നെ എടുക്കുക. അതിപ്പോൾ ഒരുപാട് ഫ്രീ മോക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ എന്ത് ചെയ്യുക, ജി കെയുടെ സെക്ഷണൽ മോക്ക് എടുക്കുക. സോ ഈ 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 25 ക്വസ്റ്റ്യൻസും കവർ ചെയ്യണം. അതായത് നമ്മൾ ഈ പറഞ്ഞ അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം സെക്ഷണൽ ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, ജി കെക്ക് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 36 സെക്കൻഡ്സ് കൊണ്ട് എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിലും 36 സെക്കൻഡ്സിൽ എന്ത് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ജി കെ ടോപ്പിക്സിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ഏതാണോ അത് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നിൽക്കുക. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്ത് ചെയ്യണം, നിങ്ങൾ മാസ്റ്റർ ചെയ്യണം. അതായത് നിങ്ങൾ എപ്പോഴും ഗസ് എടുക്കുമ്പോൾ നിങ്ങൾ വൈൽഡ് ഗസ് എടുക്കാൻ നിൽക്കരുത്. അതായത് ഇപ്പൊ 4 ഓപ്ഷൻസിൽ 2 ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് മാറ്റി, 2 ഓപ്ഷൻസിനകത്തേ ഡൗട്ട് ഉള്ളൂ. അതാണ് ഇന്റലിജന്റ് ഗസ്സിങ്. ആ ഇന്റലിജന്റ് ഗസ്സിങ് മാത്രമേ എന്ത് ചെയ്യാവൂ, എക്സാം ഹോൾഡ് എടുക്കാവൂ. അല്ലാതെ 4 ഓപ്ഷൻസിനകത്ത് ഒരു ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെയും 3 ഓപ്ഷൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗസ് എടുക്കാൻ നിൽക്കരുത്. നെഗറ്റീവ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റിനകത്തും ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റിനകത്ത് 60 സെക്കൻഡിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾ നേരത്തെ അതായത് പ്രീവിയസ്ലി പ്രാക്ടീസ് ചെയ്ത രീതി അനുസരിച്ച് എന്ത് ചെയ്യും, മാക്സിമം ചില ആൾക്കാർ എന്ത് ചെയ്യാറില്ല, ജി കെ പ്രിപ്പയർ ചെയ്യാറേ ഇല്ല. ആ ടൈം കൂടി എന്ത് ചെയ്യും, മാക്സിമം റീസണിങ്ങിന് വേണ്ടി നിൽക്കും. കാരണം മാക്സിമം റീസണിങ് ഫുൾ സ്കോർ ചെയ്താൽ മതിയല്ലോ, അതാകുമ്പോൾ കുറച്ചും കൂടെ അക്യുറസി ഉണ്ടെന്നും പറഞ്ഞ് ജി കെ എന്ത് ചെയ്യില്ല, വലുതായിട്ട് സ്ട്രെസ് ചെയ്യാൻ നിൽക്കില്ല. പക്ഷേ ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ജി കെക്കും എന്ത് ചെയ്യണം, മാക്സിമം റീസണിങ് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേ ഇമ്പോർട്ടൻസ് നിങ്ങൾ ജി കെക്ക് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ മിനിമം ഒരു 20 മിനിറ്റ്സ് ഒരു ദിവസം എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യണം. ആൻഡ് ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. അല്ല, നിങ്ങൾ കറണ്ട് അഫയേഴ്സിന്റെ സോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സോഴ്സസ് വാരി വലിച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്, ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പർ വായിക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് നമ്മുടെ എക്സാമിന് എന്താണോ ഇമ്പോർട്ടൻസ് ആ ന്യൂസ് മാത്രം വായിച്ചാൽ മതി. എല്ലാ ന്യൂസും വായിക്കാനായിട്ട് നിൽക്കണ്ട. അതായത് ഇപ്പോൾ ആ ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പേജ് റീജിയണൽ ന്യൂസസ് ആണ്. ആ റീജിയണൽ ന്യൂസസ് നോക്കിയേ വേണ്ട, ബിക്കോസ് അതിനകത്ത് ക്വസ്റ്റ്യൻ വരില്ല. നമുക്ക് നാഷണൽ ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ്, സയൻസ് ആൻഡ് ടെക്കിന്റെ ന്യൂസ്, അതുപോലെ സ്പോർട്സ് ന്യൂസ്, ഇത്രയും മതി. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ചൂസ് ചെയ്ത് വായിക്കാനായിട്ട് നിൽക്കുക. എല്ലാം കൂടെ വായിക്കേണ്ട ആവശ്യമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ക്യൂറേറ്റഡ് ആയിട്ട് സോഴ്സസ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇനി സ്റ്റഡി പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 മാസം കൊണ്ട്, ഇപ്പം നമ്മൾക്ക് 3 മാസമാണ് മുന്നിലുള്ളത്. അതായത് സെപ്റ്റംബറിലായിരിക്കും, ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും എക്സാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന 3 മാസത്തിൽ ഫസ്റ്റ് 2 മന്ത്സ് കൊണ്ട്, അതായത് ജൂൺ ജൂലൈ കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജി കെയുടെ സബ്ജക്ട്സുകൾ, അതായത് പൊളിറ്റി, ഹിസ്റ്ററി, എക്കോണമി, ജോഗ്രഫി, ജനറൽ സയൻസ്, സ്റ്റാറ്റിക് ജി കെ, ഇതെല്ലാം എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. ഇൻ ദ മീൻ ടൈം ഒരു ദിവസം ഒരു 20 മിനിറ്റ്സ് എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റിയും വെച്ചിരിക്കണം. ഇനി 3rd മന്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കമ്പൈലേഷൻസ്, ലാസ്റ്റ് 6 മന്ത്സിലെ കമ്പൈലേഷൻസ്, കറണ്ട് അഫയേഴ്സിന്റെ കമ്പൈലേഷൻസ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങണം. അതായത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിൽ ആദ്യത്തെ ഒരു 30 to 35 ഡേയ്സിൽ നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് മാത്രം എടുത്താൽ മതി, ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുക്കാൻ നിൽക്കണ്ട. ബട്ട് അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും എന്ത് ചെയ്യണം, എടുത്തു തുടങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഏത് ഏരിയ ആണോ വീക്കായിട്ട് തോന്നുന്നത് അവിടെ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ റിവിഷൻ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം മാക്സിമം എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചേ നിങ്ങളുടെ സ്പീഡ് കൂടുള്ളൂ, നിങ്ങളുടെ അക്യുറസി എന്ത് ചെയ്യുള്ളൂ, കൂടുള്ളൂ. ദെൻ ടയർ 2 ഇതെന്ന് പറയുന്നത് നമ്മൾ ടയർ 1 ക്വാളിഫൈ ചെയ്ത് ടയർ 2ലേക്ക് പോകും. അതായത് ടയർ 1 എക്സാം കഴിഞ്ഞിട്ട് ടയർ 2ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോവുക. അത് നമുക്ക് ഇപ്പോൾ നോക്കണ്ട, ഇപ്പം നമുക്ക് ടയർ 1 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ആ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. സോ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ജൂലൈ ഒരു 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്ക് കൊണ്ട് എന്ത് ചെയ്യുക,
നിങ്ങൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ GK സബ്ജക്ട്സിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. ഇൻ ദ മീൻ ടൈം ഒരു ദിവസം 20 മിനിറ്റ്സ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ തുടങ്ങുക. ഇതിൻ്റെ ഇടയിൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനുശേഷം എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 25 ക്വസ്റ്റ്യൻസിൽ മിനിമം 20 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കിയേ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ ടാർഗറ്റഡ് സ്കോർ എന്ന് പറയുന്നത് 35 ആണ്. സോ 50 ആണ് GKയുടെ ടോട്ടൽ മാർക്സ്. ആ 50 മാർക്സിൽ നമുക്ക് 35 മാർക്സ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, സെക്യൂർ ചെയ്തിരിക്കണം. ആൻഡ് നമുക്ക് 3 മാസമേ എന്തുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ. അതായത് സെപ്റ്റംബറിലായിരിക്കും എക്സാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉള്ളൂ, 3 മന്ത്സ്, അതായത് ലെസ് ദാൻ 3 മന്ത്സ് മാത്രമേ എന്തുള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ മുന്നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺ ലൈനേഴ്സ് ജസ്റ്റ് മഗപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റുകൾ, അതായത് 15 മിനിറ്റ്സ് സെക്ഷണൽ ടൈമർ വെച്ച് തന്നെ എന്ത് ചെയ്യുക, GK പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കോൺസെപ്റ്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ റിവിഷൻ എന്ന് പറഞ്ഞാൽ സ്പേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചാൽ അന്നത്തെ ദിവസം എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യുക. 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. 7 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ആൻഡ് ഫൈനലി 21 ഡേയ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സ്പേസ്ഡ് റിവിഷൻ അല്ലെങ്കിൽ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ഡിവിഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. മിനിമം ഒരു 20 മിനിറ്റ്സ്. ഏതെങ്കിലും ഒരു നാഷണൽ ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കമ്പൈലേഷൻ ന്യൂസ് പേപ്പറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുന്ന ഒരു PDF നോക്കിയാലും മതി. ബട്ട് മിനിമം എന്ത് ചെയ്യണം, ഒരു 20 മിനിറ്റ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഏതാണ്ട് വളരെ അധികം വേക്കൻസീസുമായിട്ടാണ്, ഒരുപാട് വേക്കൻസീസുമായിട്ടാണ് ഇത്തവണത്തെ CGL എക്സാം വന്നിരിക്കുന്നത്. ആൻഡ് ഒരുപാട് ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, GK പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് GK ആയിരിക്കും നിങ്ങളുടെ സ്കോർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ GK ഒട്ടും തന്നെ ലാഘവത്തോടു കൂടി വിടരുത്. പഴയ പോലെയല്ല, GK ആണ് നിങ്ങളുടെ സ്കോർ ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. താങ്ക് യു.